അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. എല്ലാ ദിവസവും ഡെയിലി വീഡിയോയിൽ നിന്നും ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. ഗിഫ്റ്റ് വേണ്ടാത്തവർക്ക് അതിന്റെ ക്യാഷ് നൽകുന്നതാണ്. പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. ഈ 3 കാര്യങ്ങൾ ചെയ്തവരെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. ഡെയിലി വിന്നേഴ്സിനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഡെയിലി അറിയിക്കുന്നതായിരിക്കും. ഇന്ന് ഗിഫ്റ്റ് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട, നാളെയും നിങ്ങൾക്ക് അവസരമുണ്ട്. ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് തേങ്ങയുടെ ചകിരിയും അതുപോലെ താഴെയുള്ള മൂട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. തേങ്ങ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ചകിരി ചോറാണ്. അപ്പൊ ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടികൾ പെട്ടെന്ന് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു വളമാണ്. അപ്പൊ നമ്മൾ ഈ ക്ലീൻ ചെയ്തെടുത്ത തേങ്ങ 2ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇഡലി ചെമ്പില് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇഡലി തട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റീമറിന്റെ തട്ട് വെച്ച് കൊടുത്താലും മതി. ഇഡലി ചെമ്പ് വാങ്ങുമ്പോൾ ചെറിയ ഹോളിലൊരു തട്ടുണ്ടാവും, അത് വെച്ച് കൊടുത്താലും മതി. നമുക്ക് ഓരോ കുഴികളിലായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത തേങ്ങ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ആവി കയറണം. കമഴ്ത്തി വെക്കരുത്, ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക. ഇപ്പൊ നല്ലതുപോലെ അത് ആവി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് മൂടി വെച്ചു കൊടുത്ത് ഒന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പൊ നമ്മൾ തേങ്ങ ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയി. ഇനി നമ്മൾ ആവിയേറ്റി എടുത്ത തേങ്ങയുടെ ചൂടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ നിന്ന് നമുക്ക് ഈ തേങ്ങ പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഒരുപാട് സമയത്ത് ആവിയേറ്റരുത്, എന്നാൽ പിന്നെ തേങ്ങ വെന്ത് പോവും. നല്ലതുപോലെ ഒന്ന് ചൂടായി ആവി ഏറിയാൽ മാത്രം മതി. തേങ്ങയുടെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചിരട്ടിയിൽ നിന്നും ഇളക്കിയെടുക്കാം. ഒരു മുറി തേങ്ങ എടുക്കുക. കത്തി കൊണ്ടോ എന്തെങ്കിലും മൂർച്ചയുള്ള സംഭവം കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇളകി കിട്ടും. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള തേങ്ങയും ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കുക. കത്തി ഇതുപോലെ ഒന്ന് ആക്കുമ്പോൾ തന്നെ ഇളകി കിട്ടിക്കോളും. അപ്പോൾ 4 തേങ്ങയും ഈസി ആയിട്ട് തന്നെ നമുക്ക് കത്തി കൊണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തുള്ള റൗണ്ട് ഭാഗമല്ലേ, ഇതെല്ലാം ഒന്ന് ഒരു പീലർ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒന്ന് ചെത്തി മാറ്റാം. അപ്പൊ തേങ്ങയുടെ ബ്രൗൺ ഭാഗം എല്ലാം പീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ തേങ്ങ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത തേങ്ങാ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പൊ കട്ട് ചെയ്തെടുത്ത തേങ്ങ എല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ തേങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അടിച്ചിട്ടെടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് അടിച്ചെടുത്ത തേങ്ങ മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടുള്ളത് കൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ആദ്യം ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്ന് നമുക്ക് പോലെ കൂട്ടി പിടിച്ചിട്ട് ഒന്ന് മുറുക്കി പിഴിയാം. ഒരുമിച്ച് അങ്ങ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറുക്കി പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈസി ആയിട്ട് തേങ്ങാപ്പാൽ വീണ് കിട്ടും. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാല് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല വിളഞ്ഞ മൂത്ത തേങ്ങ നോക്കിയെടുക്കുക, എന്നാൽ മാത്രമേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് കിട്ടുള്ളൂ. ഇപ്പൊ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. ഇത് ആദ്യം നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാക്കൊത്താണ്. ഇത് രണ്ടാമത് പിഴിഞ്ഞെടുത്ത തേങ്ങാക്കൊത്താണ്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മാസങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഈ തേങ്ങാക്കൊത്ത് കട്ടകളൊന്നും ഇല്ലാതെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുക്കുക. മിക്സിയിലൊന്നും വെച്ച് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ കട്ടകളെല്ലാം ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി വന്ന തേങ്ങാക്കൊത്താണ്. നമുക്ക് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കുകയോ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിറം മാറാത്ത രീതിയിൽ ഈർപ്പമൊക്കെ മാറി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ നല്ലൊരു മണം വരും. ആ ഒരു സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊക്കെ മാറി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഈ ഒരു രീതിക്ക് ആയിക്കിട്ടും. ഒരു പൗഡർ പരുവത്തിന് ആയിക്കിട്ടും. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചൂട് മാറിക്കഴിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയ ഈർപ്പമൊന്നുമില്ലാത്ത കുപ്പികളിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. അപ്പൊ കുറേ ദിവസം പുറത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചില സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഡെസിക്കറേറ്റ് കോക്കനട്ട് വെച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്. അപ്പൊ ആ ഒരു സമയം നമുക്ക് കടയിൽ നിന്നും ഡെസിക്കറേറ്റ് കോക്കനട്ട് വാങ്ങാതെ ഇതുപോലെ തേങ്ങാ പാലിൽ നിന്നും എടുത്തിട്ട് ബാക്കി വന്ന ഈ തേങ്ങാ കൊത്ത് അല്ലെങ്കിൽ തേങ്ങാ പിര വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡെസിക്കറേറ്റ് കോക്കനട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ചൂടാണ്. ഇതിന്റെ ചൂട് മാറാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാല് ഒരു ഓട്ടുരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് തിളച്ച് വരുന്നവരെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഓട്ടുരുളിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കടായൊക്കെ ഉണ്ടാവുമല്ലോ അതിലോ ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇപ്പം നമ്മൾ കുറച്ച് സമയമായി ഇത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഈ ഒരു രീതിക്കാവും. കുറച്ച് കുറുകി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പിന്നീട് നമുക്ക് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നേരത്തൊക്കെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ അടിച്ചെടുത്ത് 1-ാം പാലും 2-ാം പാലും എടുക്കുക. എന്നിട്ട് അരിച്ചൊഴിച്ച് ഒരു ബൗളിൽ ഒഴിച്ചതിന് ശേഷം 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ക്രീം പോലെ കാണും. ആ ക്രീം എടുത്തിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ആ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. എണ്ണ തെളിഞ്ഞ് വരും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ ഇളക്കി കൊടുക്കും തോറും ഇങ്ങനെ മുകളിൽ എണ്ണ തെളിഞ്ഞ് വരും. വീണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നല്ലൊരു മണമാണ് ഈ എണ്ണയ്ക്ക്. അപ്പോൾ ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് കുറച്ച് പൊട്ടിത്തെറിക്കും. ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ മാറി നിന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചാണ് കാണിക്കുന്നത്. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആയിട്ടില്ല. ഇതെല്ലാം ഈ തേങ്ങയെല്ലാം ഒന്ന് മൂത്ത് വരണം. എന്നാൽ മാത്രമേ ഇത് റെഡി ആവുള്ളൂ. നല്ല വെള്ള കളറുള്ള എണ്ണയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണയുടെ കളർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു മണമാണ്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ കക്കനെല്ലാം നല്ലൊരു ബ്രൗൺ നിറാവണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ കക്കനെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കക്കനെടുത്ത് കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതിന്റെ ചൂട് മാറിയിട്ട് നോക്കുക, അല്ലെങ്കിൽ കൈ പൊള്ളും. നല്ല തിളച്ച എണ്ണയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ചൂട് മാറിയിട്ട് ഒന്ന് നോക്കുമ്പോൾ മണത്തരി പോലെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പിടിച്ച് നോക്കുന്ന സമയത്ത് തരി പോലെ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ഇതിന്റെ പരുവം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വീണ്ടും ഞാൻ 2 തേങ്ങ ആവിയേറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ബ്രൗൺ ഭാഗമെല്ലാം മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ ചിരവി ബുദ്ധിമുട്ടാതെ നമുക്ക് ഈസി ആയിട്ട് തേങ്ങ എങ്ങനെ ചിരകി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ 2 തേങ്ങ ആവിയേറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ബ്രൗൺ ഭാഗമെല്ലാം മാറ്റിയിട്ട് ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ തേങ്ങയുടെ ബ്രൗൺ ഭാഗമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗമൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തേങ്ങാ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നിർത്തി പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഒരേ സ്പീഡിലിട്ട് പൊടിക്കരുത്, എന്നാൽ പിന്നെ എല്ലാം പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. നമ്മൾ തേങ്ങ ചിരവി എടുത്തതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ കൈ വേദനിക്കാതെ നമുക്ക് ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തേങ്ങ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തേങ്ങ ചിരകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈസി ആയിട്ട് നമുക്ക് ചിരകിയെടുക്കാതെ തേങ്ങ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചിരകിയ തേങ്ങ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് മാസങ്ങളോളം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്, എന്നാൽ പിന്നെ പെട്ടെന്ന് ഇല്ലാതായി പോകും. ഇനി ഇത് ഒരു സിപ്ലോ കവറിലേക്ക് മാറ്റാം. അപ്പോൾ തേങ്ങ ചിരകിയെടുത്തത് ഒരു സിപ്ലോ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സിപ്ലോ കവറിലാണെന്നുണ്ടെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ 2 തേങ്ങയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചധികം തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാതെ ഇതുപോലെ നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതാ കണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പൊടിയായിട്ട് നമുക്ക് ഈർപ്പമൊന്നുമില്ലാത്ത എയർടൈറ്റ് ആയിട്ടുള്ള ജാറിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു കോട്ടൺ തുണി വെച്ച് കൊടുക്കാം. നല്ല കഴുകി ഉണങ്ങിയ വൃത്തിയുള്ള കോട്ടൺ തുണി ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെള്ള കളറിലാണ് ഇരിക്കുന്നത്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഈ എണ്ണ റെഡിയാക്കി എടുക്കാൻ, എന്നാൽ മാത്രമേ നല്ല വെള്ള കളറിൽ കിട്ടുള്ളൂ. ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് മാറും. എണ്ണ നമുക്ക് ഇതുപോലെ തുണിയൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് മുറുക്കി പിഴിഞ്ഞെടുക്കാം. നല്ല ഉണങ്ങിയ വൃത്തിയുള്ള ഈർപ്പമില്ലാത്ത കൈ വെച്ചിട്ട് വേണം ഇതൊന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കാൻ. ഇനി ബാക്കി വന്ന ഈ കക്കൻ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബോഡി സ്ക്രബായിട്ടും ഫേസ് സ്ക്രബായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പൊ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെന്ന സമയത്ത് നല്ല അടിപൊളി മണമാണ്. ഇത് പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് വിലയാവും. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ജനിച്ചു വീണ കുട്ടികൾക്കൊക്കെ നമുക്ക് ദേഹത്തെ എണ്ണ തേക്കുമല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണയിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. തന്നെ ഒരു 1/2 ടീസ്പൂൺ വീതം ദിവസവും കഴിക്കുന്നതും നല്ല കൊളസ്ട്രോളിന് നല്ലതാണ്. ഈ ഉരുക്ക് വെളിച്ചെണ്ണയിൽ നല്ല കൊളസ്ട്രോൾ ആണുള്ളത്. മുടി വളരുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. മുഖത്തെ കറുത്ത പാടുകള് മുഖക്കുരുവൊക്കെ മാറുന്നതിനും തലയിൽ തേച്ച് പിടിപ്പിച്ച് മുടി വളരാനും ഒക്കെ നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ. ഒന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. നമ്മൾ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വീറ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. ഇത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കടയിൽ നിന്നും കെമിക്കൽ അടങ്ങിയ വെളിച്ചെണ്ണ വാങ്ങാതെ ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുക. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് നമ്മൾ കാണിച്ചിട്ടുള്ളത് കൈ വേദനിക്കാതെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പെട്ടെന്ന് തേങ്ങ ചിരകി എടുക്കാം എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും വർഷങ്ങളോളം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 വീഡിയോയും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്